ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പെന്തക്കോസ്തിക്ക് ശേഷം 7ാമത്തെ ഞായറാഴ്ച ഇന്നത്തെ എവൻഗേലിയൻ വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഈ എവൻഗേലിയൻ വേദഭാഗം പരിശോധിക്കുമ്പോൾ പ്രധാനമായും നാം കാണുന്ന ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, വിശക്കുന്ന ശുശ്രൂഷകൻ മറ്റുള്ളവരുടെ വിശപ്പ് തീർക്കുമ്പോൾ സ്വന്തം വിശപ്പ് മറന്ന കർത്താവ്. The hungry servant, the Lord who forgot his own hunger. അവർ വീട്ടിൽ വന്നു, അവർക്ക് ഭക്ഷണം കഴിക്കുവാൻ പോലും സാധിക്കാത്തവണ്ണം പുരുഷാരം പിന്നെയും വന്നുകൂടി എന്നാണ് കാണുന്നത്. ഈ വചനത്തിൽ അത്ഭുതങ്ങളെക്കാൾ വലിയൊരു അത്ഭുതം പറഞ്ഞിരിക്കുന്നു. യേശു അപ്പം വർദ്ധിപ്പിച്ചതല്ല, രോഗികളെ സൗഖ്യമാക്കിയില്ല, ഭൂതങ്ങളെ പുറത്താക്കിയില്ല എന്നല്ല പ്രധാന കാരണം. ദൈവപുത്രൻ മനുഷ്യരുടെ ആവശ്യങ്ങളെ തൻ്റെ ശാരീരിക ആവശ്യങ്ങളെക്കാൾ മുൻപിൽ വെച്ചു. പ്രിയമുള്ളവരെ, സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തു ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി, ലോകത്തിന് മുഴുവൻ വേണ്ടി ക്രൂശിലേറ്റപ്പെടുകയും ചെയ്തു. നമ്മളെയും ഓരോ ക്രൈസ്തവരെയും വിളിച്ച് വേർതിരിച്ചതിനു വേണ്ടിയാണ്. നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെയും മറ്റുള്ളവരുടെ പ്രതിസന്ധികളെയും കരുതുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. മനുഷ്യരുടെ ആവശ്യങ്ങളെ നമ്മൾ അവഗണിക്കരുത്. സ്നേഹത്തിന് മുൻഗണന നൽകണം. നമ്മൾ ഈ ദിവസങ്ങളിൽ ആർക്കെങ്കിലും സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് സേവന മനോഭാവത്തോടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ശാന്തമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് സമയമില്ല, എൻ്റെ കാര്യം മാത്രം, എൻ്റെ വീട്, എൻ്റെ കുടുംബം, അങ്ങനെ ആയിരിക്കരുത്. ക്രിസ്തു നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ കരുതുകയും ചെയ്യുന്നത് യഥാർത്ഥ ക്രിസ്തീയ അനുയായിയുടെ ലക്ഷണമാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത, വീട് ഒരു ആത്മീയ സങ്കേതം, ഹോം സ്പിരിച്വൽ സാങ്ച്വറി. പ്രിയമുള്ളവരെ, നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്ന യേശു ആ വീട്ടിൽ വന്നു. വീട് വലിയ ആത്മീയ സങ്കേതമാണ്. പുരുഷാരം അവിടെയും അവനെ പിന്തുടരുന്നു. നമ്മുടെ വീടുകൾ ആത്മീയതയുടെ കേന്ദ്രങ്ങളായിരിക്കണം. യേശു വരുന്ന വീടായി മാറണം. യേശു വരുന്ന വീടാണോ നമ്മുടെ വീടെന്ന് നാം ശാന്തമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ വീടിനെ ആത്മീയ സങ്കേതമാക്കി മാറ്റാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കുടുംബ പ്രാർത്ഥനയും വേദപുസ്തക വായനയും ദൈവവചനം പഠനവും പതിവാക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിലനിർത്തും. കുടുംബാംഗങ്ങളോടൊത്ത് പ്രാർത്ഥിക്കുവാനും ദൈവവചനം വായിക്കാൻ ഞാൻ സമയം കണ്ടെത്തും. ഇന്നുവരെ ഞാൻ എൻ്റെ വീടിനെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഓരോ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്കും ദൈവത്തെ നിന്ന് അകറ്റുന്ന എല്ലാ തിന്മകളിൽ നിന്നുള്ള വിടുതലിനുമായിട്ട് വീട് മാറ്റിയെടുക്കണം. ദൈവീകൃതമായ ഒരു കുടുംബജീവിതത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിക്കാതെ ദൈവത്തിൻ്റെ സ്വസ്ഥമായ ഇടമാകുവാൻ നമുക്ക് സാധിക്കണം. വീട് എന്ന് പറയുന്നത് ക്രിസ്തു ആ വീട്ടിലേക്ക് വന്നു. നമ്മുടെ വീട്ടിലേക്ക് ക്രിസ്തു കടന്നു വരണം. അതിനുവേണ്ടി നമ്മുടെ വീടിന് ഒരുക്കപ്പെടണം. മൂന്നാമത്തെ ചിന്ത, പുരുഷാരത്തിൻ്റെ സ്ഥിരോത്സാഹം, പെർസിസ്റ്റൻസ് ഓഫ് ദി ക്രൗഡ്. പുരുഷാരം യേശുവിനെ വീട്ടിൽ വരെ പിന്തുടരുന്നു. അവർക്ക് അവനെ കാണാനും കേൾക്കാനും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ഇതുപോലെ നമുക്ക് സ്ഥിരോത്സാഹമുണ്ടോ? ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നാം സ്ഥിരോത്സാഹികളായിരിക്കണം. എത്ര തടസ്സങ്ങൾ വന്നാലും യേശുവിനെ പിന്തുടരാൻ നാം തയ്യാറാകണം. ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നത് തുടരും. പ്രാർത്ഥനയിലും ആരാധനയിലും സഭാജീവിതത്തിലും തടസ്സങ്ങൾ വന്നാലും ഞാൻ പിന്മാറില്ല എന്നുള്ള ബോധ്യത്തോടുകൂടി നാം നിൽക്കണം. ഇന്നുവരെ ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ സ്ഥിരത പുലർത്താൻ സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിലുടനീളം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഞാൻ സ്ഥിരതയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും മാർഗം തിരഞ്ഞെടുത്ത് ക്രിസ്തുവിനെ പിന്തുടരുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറും. ഒരിക്കലും ഞാൻ പിന്നോട്ട് പോവുകയില്ല എന്നുള്ള ആ ഒരു വലിയ തീരുമാനം നമുക്ക് എടുക്കുവാൻ സാധിക്കും. നാലാമത്തെ ചിന്ത, ഭക്ഷണം കാത്തിരിക്കാം, ദൈവിക ദൗത്യം കാത്തിരിക്കില്ല. ഫുഡ് ക്യാൻ വെയിറ്റ്, ഗോഡ്സ് മിഷൻ കനോട്ട്. പ്രിയമുള്ളവരെ, ഭക്ഷണത്തെ നിസ്സാരമാക്കിയല്ല ക്രിസ്തു. പക്ഷെ ചില സാഹചര്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം വ്യക്തിപരമായ സൗകര്യങ്ങളെക്കാൾ അടിയന്തരമാണ് നാം കാണിച്ചു തരികയാണ്. മനുഷ്യരുടെ ആത്മാവിൻ്റെ വിശപ്പ് ശരീരത്തിൻ്റെ വിശപ്പിനേക്കാൾ വലിയതാണെന്ന് ഈ സംഭവം വെളിപ്പെടുത്തുന്നു.
നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും നോമ്പും ഒക്കെ ക്രമീകരിക്കപ്പെടുമ്പോൾ ഭക്ഷണം എന്തിനാണ് ക്രമീകരിക്കപ്പെടുന്ന ചോദ്യമുണ്ട്. ഇവിടെ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ അവയെ നിസ്സാരമാക്കി ശരീരത്തിൻ്റെ വിശപ്പിനേക്കാൾ വലിയ ആത്മാവിൻ്റെ വിശപ്പിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനകളുമെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിയിലായിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ കാണിച്ചു തരികയാണ്. ദൈവിക ദൗത്യത്തിന് വേണ്ടി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മനുഷ്യരുടെ വിശപ്പിനേക്കാൾ വലുത് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് ക്രിസ്തു ഇവിടെ കാണിച്ചു തരികയാണ്. നമ്മൾ ഓരോരുത്തരും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് യഥാർത്ഥ മുൻഗണന നൽകുന്നുണ്ടോ? നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിൻ്റെ ആവശ്യകതയും വിനോദത്തിൻ്റെ ആവശ്യകതയും മുൻപന്തിയിൽ നിർത്തുകയും ആത്മാവിൻ്റെ ആവശ്യകതയെ പിന്നോട്ട് തള്ളുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. ദൈവം നമ്മളെ അതിനുവേണ്ടിയല്ല വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ദൈവത്തെ ആദ്യം അന്വേഷിക്കുന്ന ശീലം നമ്മൾ വളർത്തണം. അതാണ് ഓരോ ക്രൈസ്തവൻ്റെയും ദൗത്യം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചിന്ത, യേശുവിന് സ്വകാര്യത നഷ്ടമായി, എന്നാൽ ശുശ്രൂഷ നഷ്ടമായില്ല. ജീസസ് ലോസ്റ്റ് ഹിസ് പ്രൈവസി ബട്ട് നെവർ ലോസ്റ്റ് ഹിസ് മിനിസ്ട്രി. യേശുവിൻ്റെ ജീവിതത്തിൽ സ്വകാര്യ സമയം വളരെ കുറവായിരുന്നു. എന്നാൽ ജനങ്ങൾ എപ്പോഴും അവനെ തേടിയെത്തുകൊണ്ടിരുന്നു. എന്നിട്ടും സഹിഷ്ണുതയോടെ അവരെ സ്വീകരിച്ചു. അവനൊരു അസഹിഷ്ണുതയും കാണിച്ചില്ല. ഓരോ വ്യക്തിയെയും കരുണയോടെ സ്വീകരിക്കുകയാണ്. ഇത് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വലിയ പാഠമാണ്. ചിലപ്പോൾ ദൈവവിളി നമ്മുടെ വ്യക്തിപരമായ പദ്ധതികളെ മാറ്റും. അത്തരം സമയങ്ങളിൽ പരാതിപ്പെടാതെ ജ്ഞാനത്തോടെയും കരുണയോടെയും സേവിക്കാൻ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഇടം നൽകാൻ നാം തയ്യാറാകണം. സഹായം മറ്റുള്ളവരെ ബുദ്ധിമുട്ടായി കാണാൻ ദൈവം ഏൽപ്പിച്ച വലിയ അവസരമായി കാണാൻ നാം പഠിക്കണം. നമ്മുടെ സ്വകാര്യതകൾക്കപ്പുറത്ത് നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുക, അത് യഥാർത്ഥമായ ക്രൈസ്തവ ദൗത്യമാണ്. ആറാമത്തെ ചിന്ത, അവൻ വീടിൻ്റെ വാതിൽ അടച്ചില്ല, ഹൃദയത്തിൻ്റെ വാതിലും അടച്ചില്ല. അൻ ഓപ്പൺ ഡോർ, അൻ ഓപ്പൺ ഹാർട്ട്. യേശുവിന് ജനക്കൂട്ടം വീണ്ടും വരുമെന്നറിയാഞ്ഞിട്ടും അവൻ വീടിൻ്റെ വാതിൽ അടച്ചില്ല. അവൻ്റെ ഹൃദയം തുറന്നതിനാൽ അവൻ്റെ വീടും തുറന്നിരുന്നു. ഇന്ന് പലരും സുരക്ഷയ്ക്ക് വേണ്ടി വാതിലടയ്ക്കുന്നു, എന്നാൽ ആത്മീയമായി ചിലർ ഹൃദയവും അടച്ചിരിക്കുന്നു. ക്രിസ്തു പഠിപ്പിക്കുന്ന വിവേകത്തോടും സ്നേഹത്തിൻ്റെ വാതിൽ തുറക്കുക എന്നുള്ളതാണ്. ഒരു അടഞ്ഞ വാതിൽ കള്ളനെ തടയാം, എന്നാൽ തുറന്ന വാതിൽ അനുഗ്രഹത്തെ സ്വാഗതം ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ശുശ്രൂഷയുടെ മുഖത്ത് നിൽക്കുമ്പോൾ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ക്രിസ്തു ഹൃദയത്തിൻ്റെ വാതിൽ, ജനക്കൂട്ടം വരുമെന്ന് പറഞ്ഞിട്ടും അവൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കിടന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കണം. വേദന അനുഭവിക്കുന്നവനെ, പ്രയാസം അനുഭവിക്കുന്നവനെ, ദുഃഖം അനുഭവിക്കുന്നവന്, ദുരിതം അനുഭവിക്കുന്നവനൊക്കെയും ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏഴാമത്തെ ചിന്ത, കുടുംബത്തിൻ്റെ തെറ്റിദ്ധാരണ, ഫാമിലീസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. യേശുവിനെ പിടിപ്പാനായിട്ട് അവർ പുറപ്പെട്ടു. നമുക്കവിടെ വചനം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് അവിടെ അവന് സുബോധം പോയിരിക്കുകയാണെന്ന് അവർ പറയുകയാണ്. പ്രിയമുള്ളവരെ, കുടുംബം, അവൻ ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുമ്പോൾ അവൻ്റെ കുടുംബം അവനെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇന്ന് ഓരോ ശുശ്രൂഷകനും നേരിടുന്ന ഏറ്റവും വലിയ വിഷമസന്ധി ഇത് തന്നെയാണ്. യേശുവിൻ്റെ കുടുംബം അവനെ തെറ്റിദ്ധരിച്ചതുപോലെ ഓരോരുത്തരെയും ശുശ്രൂഷയുടെ മുഖത്ത് നിൽക്കുന്ന പലരുടെയും ബന്ധുക്കളും ചർച്ചക്കാരും ഒക്കെ അവരെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയജീവിതത്തിൽ പലപ്പോഴും കുടുംബാംഗങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരുപക്ഷെ കുടുംബത്തിന് പോലും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് എൻ്റെ ആത്മീയ തീരുമാനങ്ങൾ കുടുംബത്തിന് മനസ്സിലാകാതെ വന്നാലും ഞാൻ ദൈവത്തിൽ ഉറച്ചു നിൽക്കും. അവരോട് സ്നേഹത്തോടും ക്ഷമയോടും നമുക്ക് പെരുമാറാം. ഞാൻ എൻ്റെ കുടുംബത്തോട് ക്ഷമിക്കും. അവർക്ക് മനസ്സിലാക്കാത്തപ്പോൾ പോലും സ്നേഹം കാണിക്കും, അവർക്കായി പ്രാർത്ഥിക്കും. ഇന്നു മുതൽ ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ദൈവസന്നിധിയിൽ നാം ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവിനോട് പറയാം, കർത്താവെ, കുടുംബാംഗങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ നിൻ്റെ കൂടെ നിൽക്കും, നിന്നോട് ചേർന്ന് നിൽക്കും. അതാണ് യഥാർത്ഥമായ ക്രൈസ്തവ ദൗത്യം എന്ന് പറയുന്നത്. എട്ടാമത്തെ ചിന്ത, ആത്മീയ ജാഗ്രതയുടെ ഏകാന്തത, ദ ലോൺലിനെസ് ഓഫ് സ്പിരിച്വൽ സീൽ. ഇവിടെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ യേശുക്രിസ്തു ഒറ്റയായിരുന്നു. കാരണം അവൻ്റെ കുടുംബക്കാർ വരെ അവനെതിരായി നിൽക്കുകയാണ്. മനുഷ്യരുടെ പുകഴ്ത്തലുകൾക്കിടയിലും
കുടുംബക്കാരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ ക്രൈസ്തവ ശുശ്രൂഷ ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോയേക്കാം. ഒറ്റയായിട്ട് നിൽക്കുന്നവനെയാണ് കർത്താവ് കൂടുതൽ അണച്ചു പിടിക്കുന്നത്. ഒറ്റയായിട്ട് നിൽക്കുന്നവൻ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കും. പക്ഷേ കർത്താവിൻ്റെ കരുതൽ അവനോടൊപ്പം ഉണ്ടായിരിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. നമ്മുടെ നിരാശയും വിഷാദവും എല്ലാം ഒഴിവാക്കാം. ഏകാന്തതയിൽ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും. ദൈവം എന്നെ വിട്ടുപോയെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. നിരാശയിലേക്ക് നയിക്കരുത്. നമ്മുടെ ദൈവത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തുകൊണ്ട് ആ ഏകാന്തതയിൽ പോലും ദൈവത്തോടു കൂടെ നടക്കുവാൻ തീരുമാനിക്കണം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു വ്യക്തിയാണ് നീ എങ്കിൽ ഭാരപ്പെടേണ്ട, കർത്താവ് നിന്നെ കൈപിടിച്ച് നടത്തും. 9ാമത്തെ ചിന്ത പറയുകയാണ്, ലോകത്തിൻ്റെ വിമർശനം ബുദ്ധിഭ്രമമെന്നാണ്. ഔട്ട് ഓഫ് ഹിസ് മൈൻഡ് വേൾഡ്സ് ക്രിറ്റിസിസം. പലപ്പോഴും നമ്മളെ ഒരു സ്പിരിച്വൽ ആയിട്ട് നിൽക്കുമ്പോൾ ബുദ്ധിഭ്രമം പിടിച്ചു വരുന്ന നമ്മളെ പരിഹസിക്കുന്ന പലരുമുണ്ട്. ദൈവത്തോടുള്ള എൻ്റെ സ്നേഹത്താൽ തീക്ഷ്ണതയുള്ളവൻ ഞാൻ ഭയപ്പെടരുത്. ആ തീക്ഷ്ണത ലോകത്തിന് ഭ്രാന്തായിട്ട് അല്ലെങ്കിൽ ബുദ്ധിഭ്രമവും സുബോധം നഷ്ടപ്പെട്ടായിട്ടൊക്കെ തോന്നിയേക്കാം. എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ മനുഷ്യർ മുഴുവൻ ബുദ്ധിഭ്രമം പിടിച്ചു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ തളരേണ്ട ആവശ്യമില്ല. ലോകം കാണുന്ന പോലെയല്ല കർത്താവ് കാണുന്ന. ലോകത്തിന് വിമർശനം നേരിടുമ്പോൾ ദൈവത്തിൽ ഉറച്ചു നിൽക്കണം. മറ്റുള്ളവരുടെ അഭിപ്രായത്തെക്കാൾ ദൈവത്തിൻ്റെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം. ഞാൻ ലോകത്തിൻ്റെ വിമർശനത്തെ ഭയപ്പെടില്ല, ഞാൻ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യും. അത് ആളുകൾക്ക് ബുദ്ധിഭ്രമമായി തോന്നിയാലും ഇന്ന് തന്നെ ഞാൻ ലോകത്തിൻ്റെ വിമർശനത്തെ ഭയക്കാതിരിക്കാൻ തീരുമാനമെടുക്കുകയാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ജീവിതം ഞാൻ തിരഞ്ഞെടുക്കും. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ, യേശുക്രിസ്തുവിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ലോകം നമ്മളെ എത്ര പരിഹസിച്ചാലും നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. 10ാമത്തെ ചിന്ത, ഫിസിക്കൽ നിയർനെസ് ഈസ് നോട്ട് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ജീസസ്. യേശുവിനെ മനസ്സിലാക്കാൻ അടുത്ത ബന്ധം മാത്രം മതിയാവുകയില്ല. യേശുവിൻ്റെ സ്വന്തക്കാർ അവനോട് അടുത്ത ബന്ധമുള്ളവരായിരുന്നു. എന്നാൽ അടുത്ത ബന്ധമുണ്ടായിട്ട് അവൻ്റെ ദൈവിക ദൗത്യം അവർ മനസ്സിലാക്കിയില്ല. ഇന്നൊരാൾ സഭയിൽ വളർന്നാലും ബൈബിൾ അറിഞ്ഞാലും യേശുവിൻ്റെ ഹൃദയം മനസ്സിലാക്കണമെന്നില്ല. യേശുവിനെ അറിയാൻ ബന്ധം മാത്രം പോരാ, ആത്മീയ വെളിപ്പെടുത്തൽ കൂടി ആവശ്യമാണ്. യേശുവിൻ്റെ അടുത്ത് നിൽക്കുന്നതിലും പ്രധാനപ്പെട്ടതാണ് യേശുവിൻ്റെ ഹൃദയം മനസ്സിലാക്കുക. ക്രിസ്തുവുമായ ഒരു വ്യക്തിബന്ധം വളർത്തിയെടുക്കണം. ഇന്ന് സുവിശേഷകനാകട്ടെ പൗരോഹിത്യ ശുശ്രൂഷയിലായിരിക്കുന്നവരാകട്ടെ അവർ യേശുവിൻ്റെ ആളുകളാണെന്ന് പറയുന്നു. പക്ഷേ യേശുവുമായിട്ടൊരു വ്യക്തിബന്ധമെന്തോ? ദിവസവും പ്രാർത്ഥനയിലും ദൈവ വചന പാരായണത്തിലൊക്കെ നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, അധ്യാപികയാണ്, വനിതാ സമാജത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ യൂത്ത് അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന വ്യക്തി. ക്രിസ്തുവുമായിട്ടുള്ള ക്രിസ്തീയ സഭയുടെ ശാഖകളാണിത്. പക്ഷേ ക്രിസ്തുവുമായി ബന്ധമില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇന്ന് തന്നെ പുറം ഭക്തിയിൽ നിന്ന് ഹൃദയഭക്തിയിലേക്ക് വളരാൻ നമ്മൾ തീരുമാനമെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ആ വലിയ ദൗത്യത്തെ നമ്മൾ മുൻനിർത്തി മുൻപോട്ട് യാത്ര ചെയ്യണം. 11ാമത്തെ ചിന്ത, ജീസസ് ഡിഡ് നോട്ട് ചേസ് അപ്രൂവൽ വെൻ മിസ്അണ്ടർസ്റ്റുഡ്. തെറ്റിദ്ധാരണ വന്നപ്പോൾ യേശു സ്വയം തെളിയിക്കാൻ ഓടിയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്, യേശുക്രിസ്തു ഒരിക്കലും തെറ്റിദ്ധാരണ വന്നപ്പോൾ, കുടുംബക്കാർക്ക് തെറ്റിദ്ധാരണ വന്നപ്പോൾ അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നവർ പറഞ്ഞപ്പോൾ പോലും അതിനെ തിരുത്താനായിട്ട് യേശു പോയില്ല. ആരുടെ ആരോപണങ്ങൾക്കും യേശു മറുപടി പറഞ്ഞില്ല. നമ്മളോടും ഇത് പറയുന്നത് തന്നെയാണ്. എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയേണ്ടത് ആവശ്യമില്ല. ചില ജീവിതങ്ങളിൽ തന്നെ മറുപടിയാണ്. അനാവശ്യമായ വിശദീകരണങ്ങളിൽ സമയം കളയരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ ശുദ്ധമായ ജീവിതം നയിക്കണം. വിമർശനങ്ങൾക്ക് സ്നേഹത്തോടെ പ്രതികരിക്കണം. എൻ്റെ പ്രവർത്തികൾ എൻ്റെ സാക്ഷ്യമായി മാറണം. വിമർശനം നേടുന്ന നമ്മുടെ അടുത്ത അവസരത്തിൽ ഈ മനോഭാവം സ്വീകരിക്കണം. എല്ലാവരുടെയും അംഗീകാരം തേടുന്ന ഒഴിവാക്കണം. കോപത്തോടെ പ്രതികരിക്കരുത്. യേശുവിൻ്റെ ക്ഷമയുടെയും നിശബ്ദ വിശ്വാസത്തിൻ്റെയും വഴി നമുക്ക് തിരഞ്ഞെടുക്കാം. തെറ്റിദ്ധാരണയേക്കാൾ ശക്തമാണ് ദൈവവിളി. യേശുവിനെ തടയാനുള്ള ശ്രമമുണ്ടായി. എന്നാൽ ഒരു മനുഷ്യൻ്റെ അഭിപ്രായത്തിനും ദൈവപുത്രന്റെ ദൗത്യം നിർത്താൻ കഴിഞ്ഞില്ല. ദൈവം വിളിച്ചവനെ
സാഹചര്യങ്ങൾ പരീക്ഷിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി പരാജയപ്പെടില്ല. പരീക്ഷണങ്ങൾ ദൈവവിളിയുടെ ഭാഗമാണ്. 12ാമത്തെ ചിന്ത ആത്മീയ അന്ധത, സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്. ശാസ്ത്രിമാർ യേശുവിൻ്റെ ശക്തി പിശാചിൽ നിന്നാണെന്ന് പറയുകയാണ് പരീശന്മാരൊക്കെ. ഇവൻ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന വചനം ഇങ്ങനെയാണ്: യെരുശലേമിൽ വന്ന സ്ത്രോപ്പന്മാരാകട്ടെ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂബിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മീയമായ അന്ധത, സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് അവരെ ബാധിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ ശക്തി ശാസ്ത്രജ്ഞർ പറയുന്നത് പിശാചിൽ നിന്നാണ് പറയുകയാണ്. ആത്മീയ അന്ധതയിൽ നിന്ന് മോചനം നേടാൻ ഞാൻ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആത്മീയ അന്ധത ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ നമ്മെ അപ്രാപ്തരാക്കുകയാണ്. ദൈവവചനവും പരിശുദ്ധാത്മാവും നമ്മളുടെ കണ്ണുകളെ തുറക്കണം. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ എൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഞാൻ ദൈവവചനം പഠിക്കും, പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും, ആത്മീയ കാര്യങ്ങൾ വ്യക്തമായി കാണാൻ ഞാൻ ശ്രമിക്കും. അത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നു മുതൽ ഞാൻ ആത്മീയ ഉൾക്കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കും. എൻ്റെ ജീവിതത്തിലുടനീളം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കും. ആ ഒരു ബോധ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആത്മീയ അഹങ്കാരങ്ങളെല്ലാം ഒഴിവാക്കാം. എല്ലാം അറിയാമെന്ന് കരുതരുത്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. നമ്മുടെ ആത്മീയ വ്യക്തതയുടെ മാർഗം നമ്മൾ തിരഞ്ഞെടുക്കണം. ദൈവത്തിൻ്റെ കാര്യങ്ങൾ ശരിയായി തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുവദിക്കണം. ആയതുകൊണ്ട് ആത്മീയ അന്ധത ബാധിച്ച മനുഷ്യരെ ഇന്നും കാണുവാൻ സാധിക്കും. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക, ക്രിസ്തുവിനായി ജീവിക്കുക. 13ാമത്തെ ചിന്ത ശാസ്ത്രിമാരുടെ അഹങ്കാരം, ദ പ്രൈഡ് ഓഫ് ദി ടീച്ചേഴ്സ് ഓഫ് ദി ലോ. ശാസ്ത്രിമാർ യെരുശലേമിൽ വന്നു. അവർ മതപരമായ അധികാരമുള്ളവരായിരുന്നു. അവരുടെ അഹങ്കാരം അവരെ യേശുവിനെ തിരിച്ചറിയൽ നിന്ന് തടഞ്ഞുകയാണ്. നമ്മുടെ അറിവും സ്ഥാനവും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി മാറ്റരുത്. എൻ്റെ അറിവും സ്ഥാനവും നിമിത്തം അഹങ്കരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എളിമ എപ്പോഴും പാലിക്കണം. നമ്മൾ എളിമയോടെ ജീവിക്കണം. മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകണം. എൻ്റെ അറിവ് എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ അനുവദിക്കരുത്. ഇന്നു മുതൽ ഞാൻ എളിമയുടെ ജീവൻ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയാണ്. എൻ്റെ അഹങ്കാരത്തെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. ഞാൻ ആത്മീയ അഹങ്കാരം ഒഴിവാക്കുകയാണ്. എല്ലാം അറിയാമെന്ന് കരുതരുത്. മറ്റുള്ളവരെക്കാൾ വലിയവനാണെന്ന് ഭാവിക്കുകയും ചെയ്യരുത്. എളിമയുടെ മാർഗം തിരഞ്ഞെടുക്കണം. യേശുവിനെ പോലെ എളിമയോടെ ജീവിക്കാൻ തീരുമാനമെടുക്കണം. സദർശിവാക്കളുടെ പുസ്തകം 15:25 പറയുകയാണ്: അഹങ്കാരിയുടെ വീട് കർത്താവ് പൊളിച്ചുകളെ, വിധവയുടെ അതിരും അവന് മഹിമുറപ്പിക്കും. ഒരു കാര്യത്തെക്കുറിച്ചും അഹങ്കരിക്കരുത്. മക്കളെക്കുറിച്ചും വീടിനെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും വസ്തുവിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും വാഹനത്തെക്കുറിച്ചും ഒന്നും അഹങ്കരിക്കേണ്ടവരുത്. എല്ലാം നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം തിരിച്ചറിയണം. 14ാമത്തെ ചിന്ത യേശുവിനെ കുറിച്ചുള്ള തെറ്റായ സാക്ഷ്യം, ഫാൾസ് ടെസ്റ്റിമണി അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. സ്രോപ്പന്മാർ, അതായത് ശാസ്ത്രിമാർ, യേശുവിനെ കുറിച്ച് തെറ്റായ സാക്ഷി നൽകിയാണ്. അവൻ പിശാചുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന്, ഇത് യേശുവിനെ അപമാനിക്കാനുള്ള ശ്രമമായിരുന്നു. നാം ആരെക്കുറിച്ചും തെറ്റായ സാക്ഷി നൽകരുത്, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. ഇന്ന് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തെറ്റായ സാക്ഷി നൽകിയിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന് വിരുദ്ധമായി നിൽക്കുന്നതാണ്. യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ശരിയായ സാക്ഷി നൽകുവാൻ നാം തയ്യാറാകണം. ഒരു പക്ഷേ ഒരിടത്ത് ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥന, അത്ഭുതങ്ങൾ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കുമ്പോൾ പരിഹാസത്തോടെ അതിനെ പുച്ഛിച്ച് തള്ളുന്ന അനേകരും നമുക്ക് കാണുവാൻ സാധിക്കും. കള്ളവും അപവാദവും പറഞ്ഞ് നടക്കുന്ന ഒഴിവാക്കണം. മറ്റുള്ളവരെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയാൻ നിർത്തണം. സത്യത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കണം. യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരെക്കുറിച്ചും ശരിയായ സാക്ഷി നൽകുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും കടമ. 15ാമത്തെ ചിന്ത വിഭജിക്കപ്പെട്ട രാജ്യത്തിൻ്റെ നാശം, ഡിസ്ട്രക്ഷൻ ഓഫ് ഡിവൈഡഡ് കിങ്ഡം. യേശു പഠിപ്പിക്കുകയാണ്, ഒരു രാജ്യം തന്നെ വിഭജിക്കപ്പെട്ടാൽ അത് നിലനിൽക്കില്ല. വിഭജനം ദുർബലപ്പെടുത്തുകയും നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം ഐക്യത്തോടെ നിൽക്കണം. വിഭജനത്തിൻ്റെ അപകടം മനസ്സിലാക്കി ഐക്യം കാത്തു സൂക്ഷിക്കണം. എൻ്റെ പ്രവർത്തികൾ വിഭജനം സൃഷ്ടിക്കരുത്. ഞാൻ എൻ്റെ സഭയിൽ ഐക്യത്തിനായി പ്രവർത്തിക്കും. വിഭജനം സംഭവിക്കുമ്പോൾ സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കണം. ഇന്ന് തന്നെ ഞാൻ ഐക്യത്തിന് ദൂതനാകാൻ തീരുമാനമെടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ ഐക്യത്തിന് വേണ്ടി കാത്തു നിൽക്കും.
നമ്മൾ കക്ഷി ചേരലും പക്ഷപാതത്വം ഒഴിവാക്കണം. മറ്റുള്ളവർക്കെതിരെ ആളുകളെ പ്രേരിപ്പിക്കരുത്. മറ്റുള്ളവർക്കെതിരായിട്ട് ഞാൻ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാർഗം തിരഞ്ഞെടുക്കുവാൻ തീരുമാനമെടുക്കാം. ക്രിസ്തുവിൻ്റെ സഭയെ ഒന്നിപ്പിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കണം. 16-ാമത്തെ ചിന്ത ഐക്യത്തിൻ്റെ പ്രാധാന്യം, ദി ഇമ്പോർട്ടൻസ് ഓഫ് യൂണിറ്റി. വിഭജിക്കപ്പെട്ട രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അത് ഐക്യത്തിൻ്റെ പ്രാധാന്യം കാണിക്കുന്നു. ഐക്യം ശക്തി നൽകുന്നു, വിഭജനം ദുർബലപ്പെടുത്തുന്നു. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം ഐക്യത്തിൽ നിൽക്കണം. ഐക്യം നിലനിർത്താനും പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ശ്രമിക്കുന്നു. വിഭജനം ഒഴിവാക്കാൻ നാം എന്തൊക്കെ ചെയ്യണം? അതെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ എൻ്റെ സഭയിലും കുടുംബത്തിലും സമൂഹത്തിലും ജോലി ചെയ്യുന്ന സ്ഥലത്തും ഐക്യത്തിനായി പ്രവർത്തിക്കും. സമാധാനത്തിന് ദൂതനായിരിക്കും. ഐക്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തീരുമാനമെടുക്കും. ജീവിതത്തിലുടനീളം ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. വിഭജനം സൃഷ്ടിക്കുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരെ വളർത്തുന്ന കാര്യങ്ങൾ പറയാതെ സമാധാനത്തിൻ്റെ മാർഗം നാം തിരഞ്ഞെടുക്കണം. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഐക്യം നിലനിർത്താൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാൻ സാധിക്കണം. അതാണ് യഥാർത്ഥമായ ക്രൈസ്തവ ദൗത്യം. അതാണ് ക്രിസ്തുവിടെ പറയുന്ന ഒരു ഭവനത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ഒരു ഭവനം തന്നിൽ തന്നെ ഭിന്നിക്കുകയാണെങ്കിൽ ഭവനത്തിന് നിലനിൽക്കുവാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. കുടുംബത്തിൻ്റെ ഐക്യം നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. കുടുംബ വിഭജനം ഒഴിവാക്കണം. കുടുംബത്തിൽ സ്നേഹവും ഐക്യവും പ്രോത്സാഹിപ്പിക്കണം. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനായിട്ട് നാം തയ്യാറാകണം. കുടുംബജീവിതത്തിൽ കലഹങ്ങളും വഴക്കുകളും ഒഴിവാക്കി കുടുംബാംഗങ്ങൾക്കെതിരെ അസൂയയും വിദ്വേഷവും പുലർത്താതെ കുടുംബത്തിൻ്റെ ഐക്യത്തിനായി പ്രവർത്തിക്കണം. കുടുംബൈക്യത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കണം. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മളായിരിക്കുന്ന ഭവനത്തെ നമുക്ക് ഐക്യത്തിലൂടെ കൊണ്ടുപോകാൻ സാധിക്കണം. 17-ാമത്തെ ചിന്ത, കോപത്തോടെ അല്ലാതെ ജ്ഞാനത്തോടെ മറുപടി നൽകിയ യേശുവിനെ കാണുവാൻ സാധിക്കും. ജീസസ് ആൻസർഡ് വിത്ത് വിസ്ഡം നോട്ട് ആങ്കർ. യേശു ഇവരെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബേൽസബൂബിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെന്ന് പറയുമ്പോൾ യേശു അവരോട് ദേഷ്യപ്പെടുകയില്ല, മറിച്ച് ഉപമകളുടെ രീതിയിൽ പറയുന്ന ഒരു യേശുവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ശാസ്ത്രിമാർ യേശുവിനെ അപമാനിക്കുകയാണ്. എന്നാൽ യേശു ഉടനെ കോപത്തോടെ പ്രതികരിച്ചില്ല. സത്യത്തെ മനസ്സിലാക്കാനായിട്ട് അവസരം നൽകുകയാണ്. വിമർശനം വന്നാൽ നമ്മൾ ആദ്യം ശാന്തരാകണം. കോപത്തിന് പകരം ജ്ഞാനത്തോടെ പ്രതികരിക്കാൻ പഠിക്കണം. സത്യം പറയുമ്പോഴും സ്നേഹം നിലനിർത്തണം. ഉടനായിട്ട് നമ്മൾ പ്രതികരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം. പ്രശ്നങ്ങളെ പ്രാർത്ഥനയോടെ കൈകാര്യം ചെയ്യണം. എൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ ഉയർത്തുന്നതാകിയാൽ ശ്രദ്ധിക്കണം. ഇന്നു മുതൽ ഈ മാറ്റം ആരംഭിക്കും. അടുത്ത വിമർശന സാഹചര്യത്തിൽ യേശുവിനെ മാതൃക ഓർക്കാൻ നമുക്ക്. കോപത്താലുള്ള വാക്കുകൾ ഒഴിവാക്കണം. പ്രതികാര മനോഭാവം ഒഴിവാക്കണം. മറ്റുള്ളവരെ തോൽപ്പിക്കാനല്ല, സത്യം പങ്കിടാനായിട്ട് സംസാരിക്കണം. ഈ ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൻ്റെയും ക്ഷമയുടെയും വഴി നാം തിരഞ്ഞെടുക്കണം. വാദത്തിൻ്റെ വഴിയല്ല, സത്യത്തിൻ്റെ വഴി പിന്തുടരണം. ദൈവം അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ചത്. ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കും. 18-ാമത്തെ ചിന്ത, ആദ്യം അടുക്കൽ വിളിച്ചു, പിന്നീട് യേശു തിരുത്തുന്നതാണ്. ജീസസ് ഡ്രൂ ദം നിയർ ബിഫോർ കറക്റ്റിംഗ് ദം. യേശുവിൻ്റെ രീതിയിൽ ഒരു വലിയ രഹസ്യമുണ്ട്. അവൻ അകലെന്ന് കുറ്റപ്പെടുത്തിയില്ല, ആദ്യം അവരെ അടുക്കൽ വിളിക്കുക. ഒരു മനുഷ്യനെ തിരുത്തുമ്പോൾ നമ്മൾ ആദ്യം സ്നേഹത്തോടെ സമീപിക്കണം. ദൈവിക തിരുത്തൽ ശിക്ഷയ്ക്കല്ല, മാറ്റത്തിനാണ്. സഭയിലും കുടുംബത്തിലും ഇതൊരു വലിയ പാഠമാണ്. ഒരാളെ തിരുത്തുന്ന മുമ്പ് അവനെ സ്നേഹത്തോടെ സമീപിക്കണം. ദൂരെ നിന്നുള്ള വിമർശനം മുറിവുണ്ടാക്കും. അടുത്തുള്ള സ്നേഹത്തോടുള്ള തിരുത്തലുകൾ മാറ്റം കൊണ്ടുവരും. തിരുത്തുമ്പോൾ ആദ്യം സ്നേഹം കാണിക്കണം. മനുഷ്യനെ അല്ല, തെറ്റായ പ്രവൃത്തിയെ മാത്രം തിരുത്തണം. കുടുംബത്തിലും സഭയിലും ക്ഷമയോടെ സംസാരിക്കണം. മറ്റുള്ളവരെ മനസ്സിലാക്കിയ ശേഷം ഉപദേശം നൽകുക. ഇന്നു മുതൽ നമ്മുടെ സംസാര രീതി മാറ്റുവാനായിട്ട് സാധിക്കും. പരസ്യമായി അപമാനിക്കുന്ന ഒഴിവാക്കുക. സ്നേഹമില്ലാത്ത വിമർശനം ഒഴിവാക്കണം. യേശുവിൻ്റെ സമീപനത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് ഒരാളെ വിമർശിക്കുവാനായിട്ട് നാം തയ്യാറാകണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. 19-ാമത്തെ ചിന്ത, വീട്ടിലെ സമാധാനം, പീസ് ഇൻ ദ ഹൗസ്. ഐക്യമുള്ള വീട്ടിൽ സമാധാനം വാഴും. വിഭജനം സമാധാനത്തെ നശിപ്പിക്കുന്നു. കുടുംബ സമാധാനം വിലപ്പെട്ടതാണ്. നാം നമ്മുടെ വീടുകളിൽ സമാധാനം നിലനിർത്താൻ പരിശ്രമിക്കണം. എൻ്റെ വീട്ടിൽ സമാധാനം നിലനിർത്താൻ ഞാൻ പരിശ്രമിക്കണം. സമാധാനത്തിന് ദൂതനാകാൻ ശ്രമിക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കും. വഴക്കുകൾ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥത വഹിക്കും.
ഇന്ന് തന്നെ എൻ്റെ വീട്ടിൽ സമാധാനം നിലനിർത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഐക്യമുള്ള വീട്ടിൽ സമാധാനം വാഴുക. കലഹങ്ങളെല്ലാം മാറ്റിവെക്കാം, സമാധാനത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കാം. സമാധാനത്തിൻ്റെ സന്ദേശമാക്കി ഭവനത്തെ മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വീട്ടിലെ ഐക്യത്തിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ്. സ്നേഹമില്ലാത്ത വീട് വിഭജിക്കപ്പെടും. നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളെ നിരുപാധികമായി സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. ഐക്യം നിലനിർത്താൻ ക്ഷമ ആവശ്യമാണ്. വിഭജനത്തിലുള്ള പ്രതിവിധി ക്ഷമയാണ്. നമുക്ക് കുടുംബാംഗങ്ങളോട് ക്ഷമിക്കുവാൻ തയ്യാറാകണം. ഐക്യം നിലനിർത്താൻ നല്ല ആശയവിനിമയം ആവശ്യമാണ്. ആശയവിനിമയത്തിൻ്റെ അഭാവം വിഭജനത്തിലേക്ക് നയിക്കുന്നു. നാം കുടുംബാംഗങ്ങളുമായി തുറന്ന് സംസാരിക്കാം. ഐക്യം നിലനിർത്താൻ പരസ്പര ബഹുമാനം ആവശ്യമാണ്. ബഹുമാനമില്ലാത്ത വീട് വിഭജിക്കപ്പെടും. ഐക്യം നിലനിർത്താൻ ആത്മീയത വീട്ടിൽ വേണം. ദൈവത്തെ കേന്ദ്രീകരിക്കുന്ന വീട് ഐക്യമുള്ളതായിരിക്കും. വീട്ടിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പുറത്തല്ല, ഉള്ളിലെ പിളർപ്പാണ്. ദ ഗ്രേറ്റസ്റ്റ് എനിമി ഓഫ് ഹോം ഈസ് ഇന്റേണൽ ഡിവിഷൻ. ഈ ഒരു കുടുംബത്തെ തകർക്കാൻ എല്ലായ്പ്പോഴും പുറത്തെ പ്രശ്നങ്ങൾ ആവശ്യമില്ല. പരസ്പര വിശ്വാസക്കുറവ്, ക്ഷമയില്ലായ്മ, അസൂയ, അഹങ്കാരം എന്നിവ ഉള്ളിൽ നിന്ന് വീടിനെ ദുർബലമാക്കും. സാത്താൻ്റെ ഒരു വലിയ തന്ത്രം കുടുംബങ്ങൾ ചെറിയ പിളർപ്പുകൾ സൃഷ്ടിക്കുകയാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ വലിയ അകലമായി മാറും. വീടിൻ്റെ വാതിൽ പുറത്തേക്കാണ്, എന്നാൽ തകർച്ച പലപ്പോഴും അകത്തുനിന്നാണ് ആരംഭിക്കുന്നത്. 20ാമത്തെ ചിന്ത, ഫ്രീഡം ബിഗിൻസ് വെൻ അതോറിറ്റി ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ബന്ധനങ്ങൾ പൊട്ടിക്കാൻ ആദ്യം അധികാരം സ്ഥാപിക്കണമെന്ന് പറയുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-27 വാക്യത്തിൽ, ഒരു ബലവാന്റെ വീട്ടിൽ കിടന്ന് അവൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കുവാൻ ആർക്കും കഴിയില്ല. എന്നാൽ ആദ്യം അവനെ ബന്ധിച്ചാലോ പിന്നീട് അവൻ്റെ വീട് കവർ ചെയ്യാം. ഇത് വലിയൊരു ആത്മീയ ചിന്തയാണ്. ഒരു തടവുകാരനെ മോചിപ്പിക്കാൻ ആദ്യം തടവുകാരനെ നിയന്ത്രിക്കുന്ന ശക്തിയെ തോൽപ്പിക്കണം. അതുപോലെ ആത്മീയ അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ക്രിസ്തുവിൻ്റെ അധികാരം ജീവിതത്തിൽ സ്ഥാപിക്കണം. പുറത്തുനിന്നുള്ള മാറ്റത്തിന് മുമ്പ് ഉള്ളിലെ രാജ്യം മാറണം. ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ആരാണിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ജീവിതം മാറുന്നത് പുറത്തുനിന്നല്ല, ഹൃദയത്തിൻ്റെ ഉടമ മാറുമ്പോഴാണ്. അതുകൊണ്ട് യേശുവിനെ വേണ്ടി ഹൃദയം സമർപ്പിക്കുകയും ആത്മീയ നിയന്ത്രണം സ്വീകരിക്കുകയും ചെയ്യണം. വചനത്തിനും പ്രാർത്ഥനയ്ക്കും സമയം നൽകണം. എൻ്റെ തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വെക്കണം. എന്ന് തന്നെ മാറ്റത്തിന് തുടക്കം കുറിക്കണം. സ്വാർത്ഥതയും അഹങ്കാരവും ഒഴിവാക്കണം. ക്രിസ്തുവിന് നേതൃത്വമുള്ള ജീവിതം തിരഞ്ഞെടുക്കുവാൻ നാം തയ്യാറാകണം. ഒരു വീടിനെ കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട്, ബലവാന്റെ വീട്ടിൽ കടന്ന്. യേശു പറയുന്ന വീട് ആത്മീയമായി നമ്മുടെ ജീവിതത്തെയും ഹൃദയത്തെയും സൂചിപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ അധികാരം ഉണ്ടാവൂ. നമ്മുടെ ഹൃദയമാകുന്ന വീടിൻ്റെ അധികാരം ക്രിസ്തുവിനാണോ പിശാചിനാണോ എന്ന് നാം ശാന്തമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ആരാണിരിക്കുന്നത്? ക്രിസ്തുവാണോ? അതെയോ ഈ ലോകത്തിൻ്റെ വിഗ്രഹങ്ങളോ മാമോനുകളോ പിശാചാണോ ഇരിക്കുന്നത്? ചിലപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു പറയുമ്പോഴും ഭയം, പണം, അഭിമാനം, ലോകസ്നേഹം എന്നിവയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഭരണം പൂർണ്ണമായി സ്വീകരിക്കുമ്പോഴാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകണം. യേശുവിൻ്റെ ഭരണത്തിന് കീഴിൽ അടങ്ങണം. ഹൃദയത്തിലുള്ള തെറ്റായ ഉടമസ്ഥതകളെല്ലാം നീക്കം ചെയ്യാൻ സാധിക്കണം. ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ വഴി നമുക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കണം. 21ാമത്തെ ചിന്ത, ദൈവത്തിൻ്റെ ക്ഷമ മനുഷ്യന്റെ പാപത്തേക്കാൾ വലുതാണ്. ഗോഡ്സ് ഫോർഗിവ്നെസ് ഈസ് ഗ്രേറ്റർ ദാൻ ഹ്യൂമൻ സിൻ. സകല പാപങ്ങളും മനുഷ്യരുടെ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടുമെന്നാണ് ഇവിടെ വചനം പറയുന്നത്. മനുഷ്യപ്രേരണ എല്ലാ ദൂഷണങ്ങളും അവരോട് ക്ഷമിക്കപ്പെടും. പ്രിയമുള്ളവരെ, യേശു പറയുന്ന ആദ്യത്തെ വലിയ സത്യം ഇതാണ്: ദൈവത്തിൻ്റെ ഹൃദയം ക്ഷമയുള്ളതാണ്. മനുഷ്യൻ ചെയ്ത തെറ്റുകൾ എത്ര ആഴമുള്ളതായാലും ദൈവത്തിൻ്റെ കരുണ അതിനേക്കാൾ ആഴമുള്ളതാണ്. പലരുടെയും പഴയ തെറ്റുകൾ കാരണം ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. എന്നാൽ യേശുവിടെ പ്രത്യാശ നൽകുകയാണ്. ദൈവം പാപിയെ തള്ളാനല്ല, രക്ഷിക്കാനാണ് വന്നത്. ക്ഷമ എന്നത് പാപത്തെ അംഗീകരിക്കുന്നതല്ല, പാപിയെ പുതിയ ജീവിതത്തിലേക്ക് ഉയർത്തുന്നതാണ്. ഒരു ക്രിസ്ത്യാനി തൻ്റെ കഴിഞ്ഞ കാലത്തിൻ്റെ തടവുകാരനായി ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ ക്ഷമ സ്വീകരിച്ചാൽ പുതിയ തുടക്കം സാധ്യമാണ്. അതുപോലെ നമ്മോട് തെറ്റ് ചെയ്തവരെയും ക്ഷമിക്കാൻ പഠിക്കുക. നാം ലഭിച്ച കരുണ മറ്റുള്ളവർക്കും നൽകണം. എൻ്റെ പാപങ്ങൾ ദൈവസന്നിധിയിൽ സമ്മതിക്കുകയും ദൈവത്തിൻ്റെ ക്ഷമയിൽ വിശ്വസിക്കുകയും കുറ്റബോധത്തിലല്ല കൃപയിൽ ജീവിക്കുവാൻ നാം തയ്യാറാകണം.
ദൈവത്തോട് തുറന്ന ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരോടും ക്ഷമയോടെ മനസ്സ് കാണിക്കുക. പഴയ തെറ്റിൽ കുടുങ്ങാതെ മുന്നോട്ട് പോവുക. മാനസാന്തരത്തിൻ്റെ കൃപയുടെയും വഴി തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കും. ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് അതിരുകളില്ല. സകല പാപങ്ങളും, സകല എന്ന വാക്ക് വളരെ ആഴമുള്ളതാണ്. ചില പാപങ്ങളല്ല, മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും ദൈവത്തിൻ്റെ ക്ഷമയുടെ പരിധിയിൽ വരുന്നു. ദൈവത്തിൻ്റെ ക്ഷമ നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, അവൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യർ ചില തെറ്റുകൾ ഒരിക്കലും മറക്കില്ല, എന്നാൽ ദൈവം മാനസാന്തരപ്പെട്ട ഹൃദയത്തെ പുതുക്കുകയാണ് ചെയ്യുന്നത്. 22ാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഹോണറിങ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കാൻ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന, ആരെങ്കിലും പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി ദോഷം ചെയ്താൽ അവനോട് ഒരിക്കലും മോചനമില്ല എന്ന് തന്നെ പറയുകയാണ്. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുന്നതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നത് പരിശുദ്ധാത്മാവിന് വിരോധമായി ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്. അവൻ നിത്യമായ ശിക്ഷാവിധിക്ക് കുറ്റക്കാരനായി തീരുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് അവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവിന് വിരുദ്ധമായ പാപം പൊറുക്കുകയില്ല. പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുക, ആദരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് മനുഷ്യൻ സത്യത്തിലേക്ക് നയിക്കുന്ന ദൈവിക സാന്നിധ്യമാണ്. അവൻ പാപത്തെ ബോധ്യപ്പെടുത്തുകയും മാനസാന്തരത്തിലേക്ക് വിളിക്കുകയും ചെയ്യും. ഈ വചനത്തിൻ്റെ മുന്നറിയിപ്പ് തെറ്റ് ചെയ്ത വ്യക്തിയെക്കുറിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യക്തമായി അറിഞ്ഞിട്ടും അതിനെ മനഃപൂർവ്വം ദുഷ്ടതയായി വിളിക്കുന്ന ഹൃദയത്തെക്കുറിച്ച്. ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് വാതിലടയ്ക്കുന്ന ദൈവമല്ല, മനുഷ്യൻ്റെ കഠിനമായ നിരസനമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ നാം പഠിക്കണം. ഹൃദയം കഠിനമാകാതിരിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ തിരുത്തലുകൾ സ്വീകരിക്കണം. വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടണം. തെറ്റുകൾ തിരിച്ചറിഞ്ഞാൽ മാനസാന്തരപ്പെടണം, കുമ്പസാരിക്കണം. ഹൃദയം പരിശുദ്ധാത്മാവിനെ തുറന്നു കൊടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൻ്റെ വഴി നാം തിരഞ്ഞെടുക്കണം. 23ാമത്തെ ചിന്ത, യേശുവിൻ്റെ ക്ഷമ ഇവിടെ കാണുവാൻ സാധിക്കും. യേശു തന്നെ അശുദ്ധാത്മാവെന്ന് ബാധിച്ചവനെന്ന് വിളിച്ചവരോട് ക്ഷമ കാണിക്കുകയാണ്. അവർ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടും യേശു അവരുമായി സംവദിച്ചു. നാം മറ്റുള്ളവരുടെ തെറ്റുകളിലോട് ക്ഷമ കാണിക്കണം. മറ്റുള്ളവരോട് ക്ഷമ കാണിക്കാൻ നാം പഠിക്കണം. അവർ എന്ത് തെറ്റ് ചെയ്താലും നാം ക്ഷമിക്കണം. ഞാൻ മറ്റുള്ളവരോട് ക്ഷമ കാണിക്കും, അവർ എന്നോട് ക്ഷമിക്കാൻ ഞാൻ അനുവദിക്കും. യേശുവിനെ പോലെ ഞാൻ ക്ഷമയുള്ളവനായിരിക്കും. ഞാൻ ക്ഷമയുടെ മാർഗം തിരഞ്ഞെടുക്കുകയും യേശുവിനോട് കൽപ്പിച്ചതുപോലെ ഞാനും ക്ഷമിക്കുമെന്ന് തീരുമാനമെടുക്കാം. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ശാസ്ത്രിമാർ യേശുവിനെ അശുദ്ധാത്മാവ് ബാധിച്ചതെന്ന് വിളിച്ചത് അവരുടെ ആത്മീയ അന്ധതയെ കാണിക്കുകയാണ്. അവർക്ക് ദൈവത്തിൻ്റെ പ്രവർത്തനം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മീയ അന്ധതകളെല്ലാം മാറ്റിക്കളാണ്. ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കണം. അവൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കാൻ നാം പഠിക്കണം. അവൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് നാം വിസ്മരിച്ചു പോകരുത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രധാനമായും 23 ചിന്തകളാണ് നമ്മൾ ഈ വേദഭാഗത്തിൽ നിന്ന്, എവൻഗേലിയൻ വേദഭാഗത്തിൽ നിന്ന് കണ്ടത്. ഈ 23 ചിന്തകളും യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് ഇടവരുത്തട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ പുതുക്കം പ്രാപിക്കുവാനും ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുവാനും ഇടവരുത്തട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.